പ്രിയരെ, ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ മുഖമുദ്രയായ എളിമയുടെ സൂത്രവാക്യം ഫലദായകത്വത്തിന്റെ നാൾവഴികളിൽ ക്രിസ്തു ദൗത്യത്തിന്റെ പിന്തുടർച്ചയിൽ ഒരു സാക്ഷ്യമായി തീരാൻ, അതിലുപരി ഞാൻ എന്റെ ഈശോയുടെ നിഴലായി തീരുവാൻ തിരുസഭാ മാതാവ് നമ്മെ ക്ഷണിക്കുന്നു. വചനവിചിന്തനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. വോയിസ് ഓഫ് ഗോഡ്. ഒന്ന് വേഗം നടക്കന്റെ റോസിമോളെ. മിഷൻ ലീഗിന്റെ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്കും പള്ളിയിലെത്തണം. വേദപാഠം പഠിക്കുന്ന കുട്ടികൾ നേരത്തെ പള്ളിയിലെത്തണമെന്ന് വികാരിയച്ഛൻ പറഞ്ഞത് മോളും കേട്ടതല്ലേ? ഒക്കെ ശരിയാ മമ്മി, കാല് വേദനിക്കുന്നു. ഇന്നൊരു ഓട്ടോ പോലും കിട്ടിയില്ലല്ലോ. വീട്ടിൽ വണ്ടിയില്ലാഞ്ഞിട്ടല്ലോ. എന്നൊരു കഷ്ടം എൻ്റെ ഈശോയെ, ഞാനൊന്ന് തെറ്റ് ചെയ്തിട്ടാ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. മമ്മിക്കറിയാം എന്താ ശരിക്കുള്ള പ്രശ്നമെന്ന്. പപ്പയ്ക്ക് തിരക്കായിട്ടല്ലേ. ആരൊക്കെയോ ഇന്നും കാണാൻ വരുന്നുണ്ട്. അടുത്ത ആഴ്ച എന്തായാലും പപ്പ വരും, നോക്കിക്കോ. പിന്നെ എൻ്റെ ആദ്യ കുർബാനയ്ക്ക് വന്നതാ പപ്പ പള്ളിയിൽ. മമ്മിക്കറിയോ, ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ കാഴ്ചവെപ്പാ. എല്ലാവരുടെയും പപ്പയും മമ്മിയും കാണും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് മാത്രം പപ്പയുണ്ട്, പേരിന് മാത്രം. സങ്കടപ്പെടല്ലേ മോളെ. മോൾ ഈശോയോട് പ്രാർത്ഥിക്ക്. ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയതല്ലേ വീട്ടിലെ ആഘോഷം. ആരോട് പറയാനാ മോളെ. പള്ളി എത്തി. മോള് വേഗം ചെല്ല്. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അച്ചോ, കുർബാന കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? ഞാനൊരു കാര്യം പറഞ്ഞ സിസിലി ടെൻഷൻ അടിക്കരുത്. ഡേവിഡിന്റെ കാര്യ. എന്താ അച്ഛാ, എന്നെ പറ്റിയേ? ഞാൻ വരുമ്പോ വീട്ടിലുണ്ടായിരുന്നല്ലോ. അവനൊരു നെഞ്ചുവേദന പോലെ ഒന്ന് കുഴഞ്ഞു വീണു. ആ ബേബി വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞെ. എല്ലാരും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ലടോ, നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം. പിന്നെ റോസി മോളെയും കൂട്ടിക്കോ. ടീച്ചറോട് പറഞ്ഞിട്ട് അവള് തറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. ചെല്ല്. ഡേവിഡ്, ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലച്ചാ, ചെറിയൊരു ബ്ലോക്ക് എന്നാ ഡോക്ടർ പറഞ്ഞേ. മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. സത്യത്തിൽ ഞാനൊന്ന് പേടിച്ചുപോയി. ദൈവം കാത്തു. നിന്നോടെനിക്ക് ഒരു കാര്യത്തിലേ ദേഷ്യമുള്ളൂ. ഡേവിഡേ, എന്താടോ ഞായറാഴ്ചകളിലൊന്നും പള്ളി വരാത്തെ? യൂണിറ്റ് സമ്മേളനത്തിലൊന്നും തന്നെ കാണുന്നില്ല. മമ്മിയും മോളും മാത്രം വരാറുണ്ട്. അല്ല, അത് പിന്നെ അച്ചോ, തിരക്ക്, ബിസിനസ്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഓടാനുള്ളൂ. എല്ലായിടത്തും ഞാൻ തന്നെ വേണം. അവരെ ഞാനാ പറഞ്ഞു വിടുന്നത്. അച്ചോ, അതെ, ഒന്നും വിചാരിക്കരുത്. അതുപോരെന്നാ ഞാൻ പറഞ്ഞത്. ഡേവിഡും വരണം. കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴാ അത് സ്വർഗതുല്യമായ തിരുക്കുടുംബമായി തീരുക. പിന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി ദൈവം ക്രമീകരിച്ചു തരുന്ന വ്യക്തികളോടും സാഹചര്യങ്ങളോടും നാം ചേർന്ന് നിൽക്കണം. സഭ, ഇടവക, വൈദികർ, കുടുംബം, അങ്ങനെ ഓരോരുത്തരും ഓരോ ഇടങ്ങളും നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെ മാറ്റൊലികൾ സൃഷ്ടിക്കേണ്ടത് നാം തന്നെയല്ലേ? താൽക്കാലികമായ നേട്ടങ്ങൾ നമ്മുടെ കഴിവുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. പക്ഷേ ശാശ്വതമായ നല്ല ഫലങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ശാഖയിലേ കാണുകയുള്ളൂ. അല്ലാത്തവ മുറിച്ചു മാറ്റപ്പെടുക തന്നെ ചെയ്യും. ഡേവിഡിന് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായച്ച. തെറ്റായിപ്പോയി. അല്പമൊക്കെ അഹങ്കാരം ഉള്ളിൽ തോന്നിയിരുന്നു. ഇനി അതുണ്ടാവില്ലച്ചോ. തീർച്ച. അച്ഛൻ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഞാൻ തെറ്റിയില്ലച്ചോ. ഞാൻ എൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കും. സത്യം, ഈശോയാണ് സത്യം. പ്രിയരെ, തായ്തണ്ടോട് ചേർന്ന് നിൽക്കുക. വെള്ളവും വളവും സ്വീകരിക്കുക. നീയാകുന്ന ശാഖ ഫലമണിയട്ടെ. ഞാനെന്ന ഭാവത്തിൽ നിന്നും ഞാനും എൻ്റെ ഈശോയും എന്ന ബോധ്യത്തിലേക്ക് ഉൾക്കണ്ണ് തുറന്നുകൊണ്ട് വിശ്വാസ പ്രഘോഷണത്തിന്റെ താളം പകരാൻ സഭയോട് ചേർന്ന്, സഭാ നേതൃത്വങ്ങളോട് ചേർന്ന് നമുക്കുമായിരിക്കാം. ക്രിസ്തീയ ജീവിതം ഫലദായകമായി തീരട്ടെ. ആമീൻ. പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, ശുഭദിനം.